വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഹലോ ഗൈസ്, അപ്പൊ പുതിയ നമ്മള് പായസം ഉണ്ടാക്കാൻ പോവാണ്. അതെ, നമ്മൾ ഇന്നൊരു പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കണം. തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണോളം നെയ്യ് വേണം നമുക്ക്. ഓക്കെ, നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് വേണ്ട നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി, നമുക്ക് വേണ്ട പഞ്ചസാരൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ കശുവണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം, ഒരു ഗോൾഡൻ കളറാക്കിയെടുക്കാം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ അണ്ടിപ്പരിപ്പ് നമുക്ക് ചെറിയൊരു ഗോൾഡൻ കളറാക്കി എടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കുക്ക് ചെയ്തെടുക്കാൻ. ഈ ഒരു ഗോൾഡൻ പരിവാകുമ്പോൾ ഗോൾഡൻ പരിവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുന്തിരിയും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മുന്തിരി ഒരു ബോൾ പരുവത്തിലേക്ക് വന്ന് കിട്ടണം. ബോൾ പരുവത്തിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. മുന്തിരി നമ്മൾ ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ റോസ്റ്റഡ് വെർമിസെല്ലി, അതായത് നമ്മുടെ വറുത്ത സേമിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യിൽ തന്നെ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക, ലോ ഫ്ലെയിമിലിടാം. നമുക്ക് ഈ ഒരു നമ്മുടെ സേമിയം ഈ ഒരു ഇതിലിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. അടി പിടിക്കാതിരിക്കാൻ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്ന് ചൂടായി വരണ വരെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ തന്നെ വെള്ളം, പച്ചവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ബബിളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മധുരം വേണ്ടവർക്ക് 1/4 കപ്പ് എടുക്കാം. നന്നായി ഇളക്കിയിട്ട്
നമ്മൾ ഈ ഇളക്കൽ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കുറുകി വന്ന അല്ലെങ്കിൽ കട്ട പിടിക്കൽ മുകളിൽ ഇങ്ങനെ പാട കെട്ടലൊന്നും ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇത് തിളയ്ക്കണം, നന്നായി തിളച്ച് വരണം. ഓക്കെ, തിളയ്ക്കണ വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സേമിയ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇനി 1/2 ലിറ്ററും കൂടി പാല് ചേർത്തിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. ഒരു 7 മിനിറ്റോളം നമ്മൾ ഈ രണ്ടാമത്തെ പാല്, അതായത് പശുമ്പാല് നമ്മൾ 1/2 ലിറ്ററോളം തന്നെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കണം ഒരു 7 മിനിറ്റ് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോസ്റ്റഡ് വാർമസിലി എന്താ പറയുക, നമ്മുടെ സേമിയ അല്ല എങ്കിൽ നിങ്ങൾ മേടിക്കുന്നത് സാധാ ഒരു സേമിയ ആണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആ നെയ്യിലിട്ടിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പം ഞാൻ അത് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട്. റോസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് പാല് ചേർത്തിട്ട് ഇതേപോലെ ഈ സ്റ്റെപ്പ് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നമുക്കൊരു 7 മിനിറ്റോളം നമുക്കിത് നിർത്താതെ ഇളക്കിയിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ഒപ്പം തന്നെ 1/2 സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. 1 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇരുന്നിട്ട് നമ്മൾ ഓഫാക്കിയതിന് ശേഷം 1 മിനിറ്റ് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായസം നമുക്ക് കുറച്ച് നേരം വെച്ചതാണ് വീണ്ടും ഇതിൻ്റെ ആ ഒരു തിക്നെസ് ഒന്നുകൂടെ കൂടും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ 1 മിനിറ്റോളം നമ്മളൊന്ന് ഇതാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് നമ്മുടെ ബബ്ലു കുറേ ദിവസമായിട്ട് അവൾക്ക് പായസം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് അവൾക്ക് പായസം എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതേ നമ്മുടെ പായസം റെഡിയാണ്. ഇനി ബബ്ലുവിൻ്റെ റിയേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അത് കൊടുത്തിട്ട് 1 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഈ പായസം നമുക്ക് ചൂടാറിയിട്ട് സെർവ് ചെയ്യാം. അമ്മയ്ക്കുള്ള കൊണ്ടുകൊടുക്കാൻ പോവാണ് നമ്മൾ കേട്ടോ. അച്ഛനും അമ്മയ്ക്കുള്ള പായസം ഇവിടെ റെഡി ഉണ്ട്. ബബ്ലുവിനുള്ള ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അച്ഛനും അമ്മയ്ക്കും കൊണ്ടുകൊടുക്കാം. അപ്പോൾ നമ്മളെ ബബ്ലുവിന് ഭയങ്കര ഹാപ്പിയായി കിട്ടിയപ്പോൾ അവൾ ഫുൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, സീ യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്